എന്തിനാണ് തങ്ങൾ ക്രൂരമായി കൊല്ലപ്പെടുന്നത് എന്നും ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്നതെന്നും ജന്മദേശത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നത് എന്നും അറിയാത്ത ജനങ്ങൾ, ഏത് നിമിഷവും മരണം മുന്നിലെത്താമെന്ന ആശങ്കയിൽ ദിവസം തള്ളി നീക്കപ്പെടുന്നവർ, കൊടും പട്ടിണിയും രോഗവും അലട്ടി തങ്ങളും മനുഷ്യരാണെന്ന ചിന്ത പോലും നഷ്ടപ്പെട്ടവർ, ആഭ്യന്തര യുദ്ധത്തിൽ അക്ഷരാർത്ഥത്തിൽ കശാപ്പുശാല പോലെയായി മാറിപ്പോയ ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ ലോകത്തിനു മുന്നിൽ വരച്ചിട്ട ചിത്രം ഇങ്ങനെയാണ്. അധികാര യുദ്ധത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു പോയ സാധാരണക്കാർ എങ്ങോട്ടെന്നില്ലാതെ ഒളിച്ചോടുമ്പോൾ 2.5 വർഷത്തിനിടെ മാത്രം രാജ്യത്തുടനീളം 1.5 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും 1.5 കോടി ആളുകൾ ആട്ടി ഓടിക്കപ്പെട്ടു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പേടി സ്വപ്നമായിട്ടുള്ള RSF 1980കളുടെ അവസാനത്തോടെ സുഡാൻ ഭരിച്ചിരുന്ന ഒമർ അൽ ബഷീർ രൂപം നൽകിയ ജൻ ജാവീദ് സൈനിക വിഭാഗത്തിന്റെ ഒരു ആധുനിക വിമത സൈനിക രൂപമാണ് RSF അല്ലെങ്കിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. ക്രൂരതയുടെ ആൾരൂപമെന്ന് വിളിപ്പേര് കിട്ടിയിരുന്ന ജൻ ജാവീദിന്റെ അതേ പാത RSFും തുടർന്നതോടെ ലോകം കണ്ട ഏറ്റവും വലിയ നരഹത്യയുടെ കേന്ദ്രമായും സുഡാൻ മാറി. സുഡാൻ സൈന്യമായിട്ടുള്ള SIFും RSFും തമ്മിലുള്ള അധികാര തർക്കമാണ് ഈ കാണുന്ന കൂട്ടക്കൊലകളിലേക്കും അടിച്ചമർത്തലുകളിലേക്കും ജനങ്ങളെ തള്ളിവിട്ടത്. 2023 ഏപ്രിൽ മാസത്തിൽ SF-ഉം RSFും തമ്മിലുള്ള അധികാര വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ രാജ്യം സമ്പൂർണ്ണ ആഭ്യന്തര കലാപത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. ഇത് ഒരുപക്ഷെ രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി എന്ന കാരണം പറഞ്ഞ് ഇരു വിഭാഗവും യുദ്ധത്തിലായതോടെ ഇതുവരെ 1.5 ലക്ഷത്തോളം ആളുകൾക്കാണ് രാജ്യത്ത് ആകമാനം ജീവൻ നഷ്ടമായത് എന്നുകൂടി ഓർക്കണം. 1 കോടിയിലേറെ ജനങ്ങൾക്ക് വീടും സ്വത്തും ഉപേക്ഷിച്ച് ഒളിച്ചോടി പോവേണ്ടിയും വന്നു. ഇതോടെ കിഴക്കൻ സുഡാൻ സൈന്യമായിട്ടുള്ള SF-ന്റെയും പടിഞ്ഞാറൻ സുഡാൻ RSFന്റെയും നിയന്ത്രണത്തിലാവുകയും ചെയ്തു. 18 മാസത്തെ ആഭ്യന്തര കലാപത്തിന് ശേഷം ഒക്ടോബർ 27-ാം തീയതിയാണ് SIFന്റെ നിയന്ത്രണത്തിലുള്ള ദാർഫൂറിലെ എൽ ഫാഷർ നഗരം തങ്ങൾ പിടിച്ചെടുക്കുന്നതായി RSF അവകാശപ്പെടുന്നത്. 18ാമത്തെ മാസത്തെ ആഭ്യന്തര കലാപത്തിന് ശേഷം ഒക്ടോബർ 27-ാം തീയതിയാണ് SIFന്റെ നിയന്ത്രണത്തിലുള്ള ദാർഫൂറിലെ എൽ ഫാഷർ നഗരം തങ്ങൾ പിടിച്ചെടുക്കുന്നതായി RSF അവകാശപ്പെട്ടത്. ഇതോടെ രാജ്യത്തിന്റെ 1/3 ഭാഗവും ഇവരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. എൽ ഫാഷർ നഗരം RSF പിടിച്ചെടുത്തതോടെ കൂട്ടക്കൊലയുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും സുഡാനിൽ നിന്ന് പുറത്തു വരികയാണ് ചെയ്തത്. എൽ ഫാഷറിന്റെ നിയന്ത്രണം RSF ഏറ്റെടുത്തതോടെ ഏകദേശം അവിടെ 60,000 ആളുകൾ പലായനം ചെയ്തു എന്നും UN ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. RSF സൈനികർ ഇവിടെയുള്ള ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന്റെയും വീടുകൾ അഗ്നിക്കിരയാക്കുന്നതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. മാധ്യമങ്ങൾക്കും മറ്റു വാർത്താ വിനിമയ സംവിധാനങ്ങൾക്കുമൊക്കെ നിരോധനം വന്നതോടെ സുഡാനിൽ നിന്ന് പുറത്തു വരാനിരിക്കുന്നത് ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വംശഹത്യയുടെ ചിത്രങ്ങളായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. 1989 മുതൽ സുഡാൻ ഭരിച്ചിരുന്ന ഏകാധിപതി ഒമർ അൽ ബഷീറിനെ 2019 ആണ് ഏറെ നാൾ നീണ്ട സംഘർഷത്തിനിടെ പുറത്താക്കുന്നത്. തുടർന്ന് സൈന്യം അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. ജനാധിപത്യം വാഗ്ദാനം ചെയ്തായിരുന്നു സൈന്യം അധികാരം ഏറ്റെടുത്തത് എങ്കിലും ഇത് നടക്കാതെ വന്നതോടെയാണ് സുഡാൻ സൈന്യമായിട്ടുള്ള SIF തലവൻ അബ്ദേൽ ഫത്തേ അൽ ബുഹ്റാനും കമാൻഡർ മുഹമ്മദ് ഹംദാൻ ഡഗ്ലോയും തെറ്റിപ്പിരിഞ്ഞത്. മുഹമ്മദ് ഹംദാൻ ഡഗ്ലോയുടെ നേതൃത്വത്തിൽ RSF ശക്തമാവുകയും ചെയ്തിരുന്നു. എൽ ഫഷാറിന്റെ നിയന്ത്രണം RSF ഏറ്റെടുത്തതോടെ കൂട്ടക്കൊലയുടെ അതിദാരുണമായ വാർത്തകളാണ് അവിടെ നിന്ന് പിന്നീടേക്ക് പുറത്തു വരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയായിരുന്നു 1994 നടന്ന റുവാണ്ടർ വംശഹത്യ. വെറും 100 ദിവസം കൊണ്ട് ഒരു ചെറിയ ആഫ്രിക്കൻ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള തുത്സി ഗോത്രത്തിൽപ്പെട്ട 8 ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കിയ പകയ്ക്ക് സമാനമാണ് ഇപ്പോൾ സുഡാനിലും സംഭവിക്കുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. റുവാണ്ടർ വംശഹത്യ തുത്സി വിഭാഗത്തിനെതിരെ ഹുഡു ഗോത്രക്കാർ അഴിച്ചുവിട്ട ആക്രമണമാണ് എങ്കിൽ സുഡാനിൽ അറബ് ഇതര വിഭാഗത്തിൽ പെടുന്നവരെയും അല്ലെങ്കിൽ മസ്ലീദ് വിഭാഗക്കാരെയും ലക്ഷ്യമിട്ടാണ് നടക്കുന്നത് എന്ന് മാത്രം ആണ് ഓർക്കേണ്ടത്. 95% ക്രിസ്ത്യാനി വിഭാഗങ്ങളാണ് റുവാണ്ടയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അത്രത്തോളം തന്നെ മുസ്ലിങ്ങൾ ഉള്ള രാജ്യമാണ് സുഡാൻ. ഇവിടെ ഓർക്കണം, ദുബായും അതിനോടൊപ്പം തന്നെ UAEയും ഇവർക്ക് കൂട്ടുനിൽക്കുന്നു. അവിടെയും നിൽക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്.
ഇതെല്ലാം പറയുമ്പോൾ എല്ലാ യുദ്ധത്തെയും പോലെ പട്ടിണി എതിരാളികൾ ഇവിടെയും ആയുധമാക്കിയിരുന്നു. എൽ ഷഫറിൽ RSFകാർ ആദ്യം ചെയ്തത് ഇവിടേക്കുള്ള ഭക്ഷണവും അവശ്യ വസ്തുക്കളും തടയുക എന്നതായിരുന്നു. ഇതിന് വിശപ്പടക്കാൻ കാലിത്തീറ്റ മാത്രം കഴിക്കേണ്ടി വന്ന ഗതികേടായിരുന്നു അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ 2.5 വർഷത്തോളക്കാലം എല്ലാം നഷ്ടപ്പെട്ടവരെ അവർ തരാതരം വേട്ടയാടി കൊന്നിരുന്നു. കുഞ്ഞുങ്ങളെ പോലും പിച്ചു ചീന്തി റുവാണ്ടർ വംശഹത്യ ആരംഭിച്ച് നീണ്ടുനിന്ന 3 മാസം മാത്രം ലോകം അത് ചർച്ച ചെയ്തു. പിന്നീട് അത് അവസാനിപ്പിച്ചു. അതേപോലെ തന്നെയാണ് സുഡാനിലും സംഭവിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ നിശബ്ദരായി നിൽക്കുന്നു. സമാന നിലപാട് സുഡാൻ വിഷയത്തിലും ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ ലക്ഷ്യം വെറും ഒരു വംശഹത്യ മാത്രമല്ല എന്നത് ആണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഈ രാജ്യത്തിന്റെ സ്വർണ്ണ നിക്ഷേപം കൂടിയാണ് ഇതിനെല്ലാം ഏറ്റവും ഒരു കാരണമായി കരുതപ്പെടുന്നത്. ഒരു കാലത്ത് തെക്കൻ സുഡാനിലെ എണ്ണ നിക്ഷേപമായിരുന്നു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എങ്കിൽ ഇന്ന് സ്വർണ്ണമാണ്. 2011 അത് ഇല്ലാതായതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ഇതോടെയാണ് സ്വർണ്ണ ഖനനം തുടങ്ങിയത്. ഈ സ്വർണ്ണ ഖനികളെ SF-ഉം RSFും ലക്ഷ്യമിടുകയും ചെയ്തു. ഇതിന്റെ നിയന്ത്രണം ഭൂരിഭാഗം RSFും പിന്നീട് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ സ്വർണ്ണ ഖനനം എടുക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ജനങ്ങളെ മനഃപൂർവ്വമായിട്ട് കൊല്ലുന്നതും വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടത്തുന്നത്. എന്നിരുന്നാലും ഇതിനെ ഏറ്റവും കൂടുതൽ ഒത്താശ വയ്ക്കുന്നത് ഈ പറയുന്ന UAEയും ദുബായുമാണ്. ഈ UAEയിലെയും ദുബായിലെയും അതേ ജനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ സുഡാനിലുള്ളതും. ഈ സുഡാനിലെ ഇവരെ ഈ ഖനനം അല്ലെങ്കിൽ സ്വർണ്ണം എടുക്കാൻ വേണ്ടി വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലും അല്ലെങ്കിൽ അതിദാരുണമായിട്ടാണ് കൊലപ്പെടുത്തുന്നത്. ഇതൊക്കെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും 2-3 ദിവസങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു ചെറിയ വാർത്തയായിട്ട് സുഡാനിലെ വിവരങ്ങൾ മാറുകയാണ്. നമുക്കും സുഡാനോടൊപ്പം തന്നെ നിൽക്കാം, അതിനെതിരെ പ്രതികരിക്കാം, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കൈകോർക്കാം.